കരുവന്നൂർ പനംകുളം 93-ാം നമ്പർ ഉഷസ് അംഗനവാടി വാർഷികം ആഘോഷിച്ചു. കുട്ടികളുടെയും പ്രദേശവാസികളുടെയും വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. രണ്ട് അംഗൻവാടികൾ ഇവിടെയുണ്ട്. ഇവിടെ സിദ്ധാർത്ഥ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ അംഗൻവാടിയിലേക്ക് വരാണ്. 5 വയസ്സ് വരെ അല്ലെങ്കിൽ 4-4.5 വയസ്സ് വരെ കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരാണ്. ആദ്യത്തെ കുട്ടികളുടെ സ്കൂള് വീടാണെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ പരിചരിക്കുന്നത് അംഗൻവാടി ടീച്ചേഴ്സാണ്. പക്ഷെ അവർക്ക് ഇന്ന് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അത് എല്ലാ സ്ഥലത്ത് പോയാലും ടീച്ചർമാരുടെ പരാതിയാണ്. പക്ഷെ അത് നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് അത് മുഖവിലക്കെടുത്ത് അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ ഗവൺമെന്റിനോട് അതൊരു വലിയ ശുപാർശയായിട്ട് പറയും. നമുക്ക് കിട്ടേണ്ട വേതനം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടണം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് അനുയോജ്യമായ ഒരു കെട്ടിടം, സ്വന്തമായ സ്ഥലം, അതിന് ഭൗതിക സൗകര്യങ്ങൾ പകർന്നു കൊടുക്കലാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ദൗത്യം. ഇവിടെ ഏറെക്കുറൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അംഗൻവാടിയിലേക്ക്. ഈ വാർഡിലെ 2 അംഗൻവാടിയും സിദ്ധാർത്ഥനോടൊപ്പം സന്ദർശിച്ചിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അവിടെ വനിതകൾക്ക് വേണ്ടി സൗകര്യപ്രദമാണെങ്കിൽ ഒരു ആരോഗ്യ പരിപാലനത്തിന് അല്ലെങ്കിൽ യോഗ ചെയ്യാനുള്ള സൗകര്യം തയ്യാറാക്കിയ വേണ്ടിയിട്ടാണ് വന്നത്. വാർഡംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. നമ്മുടെ അംഗൻവാടിയുടെ വാർഷിക ദിനമാണ്. കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു അബൂബക്കറും ഗിരീഷും, അതുപോലെ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹേമ, അങ്ങനെ കുറേ പേരുണ്ട് ടീച്ചർമാരും. അപ്പോൾ അതിൻ്റെ ഒരു അവസാന പരിസമാപ്തിയിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, അംഗൻവാടി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. കാരണം കൊച്ചുകുട്ടികളെ നോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ അംഗൻവാടിക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ, കുറേ പണിയൊക്കെ നടക്കും എന്നാണ് സാധാരണ അല്ലേ ചേച്ചിമാരൊക്കെ പറയാം. പക്ഷെ ഇവരുടെ ഒരു എഫർട്ട് വളരെ വലുതാണ്. അതുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അംഗൻവാടി ഹെൽപ്പർ TV രതിക, CDPO സൂപ്പർവൈസർമാർ, 14-ാം വാർഡ് മെമ്പർ ശരണ്യ എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളും പ്രദേശവാസികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി.